ഇപ്പോൾ ഈ BJP നടത്തുന്ന സമരം എത്ര ശതമാനത്തിൽ വിജയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതുവരെ എത്തിയിട്ടുണ്ടാവും? നോക്കൂ, അയ്യപ്പ ഭക്തവിശ്വാസികൾക്ക് ഒരു ഭരണകക്ഷി അവരെ ഉപദ്രവിക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ റോൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കേണ്ട മുല്ലപ്പള്ളിയുടെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെയും പാർട്ടി അവരെ തിരസ്കരിച്ചു, കൈയൊഴിഞ്ഞു. അവർ വെറും സമര ആഭാസം മാത്രമാണ് നടത്തിയത്. അവർ 2 ദിവസം നിയമസഭയ്ക്കകത്ത് ഭക്ഷണം കഴിച്ച് നിരാഹാരം ഇരുന്നവരാണ്. അവർ ആചാരം ലംഘിക്കാൻ വേണ്ടി ആരൊക്കെയാണോ വന്നിട്ടുള്ളത് അവരുടെ ഒന്നും മുന്നിലേക്ക് വരാതെ TV ചാനൽ മുറികൾക്കകത്തും അതുപോലെ തന്നെ അവരവരുടേതായിട്ടുള്ള ഓഫീസുകൾക്കകത്തും ഇരുന്നു കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ആചാര ലംഘനത്തിന് തയ്യാറല്ല. പക്ഷേ ആചാരം ലംഘിക്കാൻ വരുന്നവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഈ ഭരണകൂടത്തിൻ്റെ തെറ്റ് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് എന്തെങ്കിലും ഒരു ക്രിയാത്മകമായ പ്രവൃത്തി ചെയ്യാൻ കോൺഗ്രസ്സുകാർക്ക് സാധിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ സാധിച്ചു. ഈ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പരാജിതൻ്റെ ദീനരോധനം അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ പല ഘട്ടങ്ങളിലും സാധിച്ചു. ഒരുപക്ഷെ കോടതിയുടെ മനസ്സ് അവർ റിട്ടും റിവ്യൂവും കേൾക്കാമെന്നുള്ള രീതിയിലേക്ക് വന്നു. അതിന് 22-ാം തീയതി കേൾക്കുമെന്നും പറഞ്ഞു. എന്നിട്ട് പോലും ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു മുഖ്യമന്ത്രിക്ക് ഇത് സ്വച്ഛാധിപത്യ ഭരണമല്ലല്ലോ, ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലാദൻ ഭരണമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ജനോപകാരപ്രദമായി പ്രവർത്തിക്കേണ്ട ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ട മുഖ്യമന്ത്രിക്ക് തെല്ലും ഈ സമരമുഖത്ത് നിന്നവരുടെ വീറുറ്റ പോരാട്ടം കൊണ്ട് അദ്ദേഹത്തിന് പലതും പിൻവലിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ അവസാനം അദ്ദേഹം ഇപ്പോൾ ദീനരോധനം നടത്തുകയാണ്. എന്തിനാണെന്നറിയുമോ? മതിൽ കെട്ടാൻ വേണ്ടിയാണ്. മതിൽ കെട്ടാൻ സ്വന്തമായിട്ട് അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്ക് ആളുകളില്ലെങ്കിൽ എന്തിനാണ് ഈ മതിൽ കെട്ടുന്നത്? മതിൽ നവോത്ഥാന മതിലാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മതിലുണ്ടോ? വിശാലതയാണ് നവോത്ഥാനം. നവോത്ഥാനം എന്നുള്ളത് അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ എന്നാണ്. നമ്മുടെ മനുഷ്യ മനസ്സുകൾക്കകത്തുള്ള അന്ധകാരത്തെ, എവിടെയുമുള്ള അന്ധകാരത്തെ നീക്കം ചെയ്യുന്നവൻ ആരാണോ അവനാണ് ഗുരു എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് മനുഷ്യ മനസ്സുകളിലേക്ക് തുറന്നു പറയാതെ കാപഢ്യം പ്രചരിപ്പിച്ചുകൊണ്ട് അവൻ്റെ മനസ്സിൽ അജ്ഞതയുടെ തിമിരം നിറയ്ക്കാൻ സാധിക്കുമോ എന്ന് മുഖ്യമന്ത്രി പരിശ്രമിക്കുകയാണ്. സുപ്രീം കോടതിയുടെ മുന്നിൽ വീണ്ടും ഒരു രേഖ കൊടുക്കണം. ആ രേഖ ഈ മതിലിൻ്റെ രേഖയായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിനൊരു വീഡിയോ വേണം. അതിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി അവരോട് മതിലിൽ പിടിക്കാൻ പറയുന്നു. സ്കൂൾ കുട്ടികളോട് മതിലിൽ അണിചേരാൻ പറയുന്നു. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ മതിലിൽ പങ്കെടുപ്പിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. 18 വയസ്സിൽ അത് ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതി എത്ര നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഗവൺമെൻറ്റിനോട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്നും പ്രാവർത്തികമാക്കാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. പക്ഷേ ഇവിടെ പ്രശ്നം, ഒരു ഗവൺമെൻറ് എങ്ങനെ ഓർഡർ ഇറക്കുക? അവർ തീരുമാനിച്ച ഒരു പാർട്ടി പരിപാടിക്ക് വേണ്ടി ആളുകൾ സംഘടിക്കണം, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വരണമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ഒരു ഉത്തരവിറക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചു? അപ്പോൾ ഇതൊരു നീതിബോധമുള്ള ഗവൺമെൻറ് അല്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? ഒപ്പം സ്കൂൾ കുട്ടികളോടും കോളേജ് കുട്ടികളോടും കുടുംബശ്രീയിലെ അമ്മമാരോടും തൊഴിലുറപ്പ് പദ്ധതിയിലെ അമ്മമാരോടും ആശാ വർക്കേഴ്സിനോടും ഒക്കെ മതിലിൻ്റെ ഭാഗമാകാൻ പറയുന്നത് എന്തിന്? ഇഷ്ടമുള്ളവർ മതിലിൽ വരട്ടെ. മഞ്ജു വാര്യർ പിന്മാറിയപ്പോൾ മഞ്ജു വാര്യരെ അധിക്ഷേപിച്ചു. മഞ്ജു വാര്യർക്കെതിരെ വളരെ മോശമായിട്ട് പ്രതികരണം നടത്തിയ മന്ത്രിമാർ ഇതിനു മുൻപ് അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയർക്കെതിരെ വരെ ആക്ഷേപം ഉന്നയിച്ച ആളുകൾ തന്നെയാണ്. അവർക്ക് അവരുടെ പാർട്ടി വിജയിക്കണം. പാർട്ടി വിജയിക്കാൻ വേണ്ടി MM മണിയെ പോലെ കുറേ ഭ്രാന്തന്മാരെ തെരുവിലിറക്കിയിട്ടുണ്ട്. കഷ്ടമുണ്ട് പറയേണ്ടി വരുന്നതിൽ. കാരണം ഒരു മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു വ്യക്തിക്ക് പ്രതികരിക്കാനുള്ള ഒരു മാന്യതയും മര്യാദയും ഒക്കെ വേണ്ടേ? ഇപ്പോൾ ഈ പന്തലിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സ്ത്രീ, വിജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾ നിരാഹാരം ഇരിക്കുന്നുണ്ട്. അവൾ ഇവിടുത്തെ ഈ സമൂഹമാണ് അവളെ വേട്ടയാടിയത്. ആര്? ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ പെൺകുട്ടിയെ നിരാലംബയാക്കിയത്, അനാഥത്വത്തിലേക്ക് തള്ളിവിട്ടത്. എന്നിട്ട് ആ പെൺകുട്ടിയെ തെറി പറയുന്ന രീതിയിൽ, അധിക്ഷേപിക്കുന്ന രീതിയിൽ ഈ വകുപ്പ് മന്ത്രി പെരുമാറുന്നു. ഒരു പ്രളയമുണ്ടായപ്പോൾ ആ പ്രളയത്തെ മഹാദുരന്തമാക്കി മാറ്റി ഈ മന്ത്രി. എത്ര ആളുകളെ കൊലപ്പെടുത്തി. പിണറായി വിജയന് വേണ്ടി എന്തു വൃത്തികേടും പറയാൻ സാധിക്കുന്ന ഒരു മന്ത്രി. അങ്ങനെയുള്ള മന്ത്രിമാരെ തെരുവിലിറക്കി നിർത്തിക്കൊണ്ട് അയ്യപ്പ ഭക്തരെ കൈകാര്യം ചെയ്യാൻ പരിശ്രമിച്ചു. അതല്ലേ കേരളത്തിൽ നടക്കുന്നത്? ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട്, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. അത് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ച വാക്കാണ്. ആ വാക്ക് പാലിക്കുക എന്നുള്ളത്, അത് ജീവൻ നഷ്ടപ്പെട്ടാലും ശരി, പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പ്രസ്ഥാനത്തിന് അത് ചെയ്യാനുള്ള ഇച്ഛാശക്തിയുണ്ട്. പറയാൻ പറ്റുന്നതേ ഞങ്ങൾ പറയൂ.
പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതേ ഞങ്ങൾ പറയൂ. ഒരാളുടെയും മുന്നിൽ പറയാനുള്ളത് മറച്ചു വെച്ചുകൊണ്ട് ഒരു പോരാട്ടം നടത്തുന്ന പദ്ധതിയും പരിപാടിയും ഞങ്ങളുടെ മുന്നിലില്ല. ആരെങ്കിലും അയ്യപ്പൻ്റെ ആചരണം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അവർ മതിലിൽ തൊടാൻ പോകരുത്. ഈ മതിൽ അയ്യപ്പനെതിരായിട്ടുള്ള മതിലാണ്. ഈ മതിൽ വിശ്വാസഘാതകരുടെ മതിലാണ്. ഈ മതിൽ വഞ്ചകരുടെ മതിലാണ്. ഈ മതിൽ സത്യസന്ധതയുടെ മതിലല്ല. മതിൽ എന്തിനാണെന്ന് പോലും തുറന്നു പറയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ കാലഘട്ടത്തിലേക്ക്, ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ മതിൽക്കെട്ടുകളില്ല. ആരെങ്കിലും കെട്ടിപ്പൊക്കിയിട്ടുള്ള അന്ധവിശ്വാസത്തിൻ്റെ മതിൽക്കെട്ടുകൾ ഉണ്ടായിരുന്നു. ആ ഉണ്ടാക്കിയ മതിൽക്കെട്ടുകൾ തച്ചു തകർക്കുകയായിരുന്നു നവോത്ഥാന നായകന്മാർ. ആ നവോത്ഥാന നായകന്മാർ വെളിച്ചം വിതറിയിട്ടുള്ള കേരളത്തിൻ്റെ മണ്ണിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ഈ കരിനിറമുള്ള ചതിയുടെ മതിൽ പണിയാൻ പരിശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഒരു ചോദ്യം കൂടി ഗവൺമെൻറ്റിനോട് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ കയ്യിലല്ലേ ആരോഗ്യവകുപ്പ്, അങ്ങയുടെ കയ്യിലല്ലേ വിദ്യാഭ്യാസ വകുപ്പ്, അതായത് അങ്ങയുടെ മന്ത്രിമാരല്ലേ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്? ഏതു മേഖലയെ വേണമെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും സാധാരണക്കാരനെയും മുന്നേറ്റാനുള്ള സർവത്ര അധികാരത്തിൻ്റെ ദണ്ടും അങ്ങയുടെ കയ്യിലുണ്ടല്ലോ. ആ ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുവരിക, എല്ലാവരെയും ഒന്നാക്കി തീർക്കുക. അതിനല്ലേ അധികാരത്തിൻ്റെ ദണ്ട് ഉപയോഗിക്കേണ്ടത്?